ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം. ഈ ദിവസത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 26-ാം തിരുവചനം, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം 26-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. ഒരു വരൾച്ചയുടെ നടുവിൽ ഒരു മഴക്കാറ് കാണുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം, അത് വലിയൊരു ആശ്വാസമല്ലേ? എന്നതുപോലെ ഈ കഷ്ടതയുടെ നാളുകളിൽ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ആശ്വാസമാണ്. മഹാമാരിയുടെ നടുവിൽ മരണത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, ജീവിതത്തിൻ്റെ വല്ലാത്ത ഒരു അനിശ്ചിതാവസ്ഥയുടെ നടുവിൽ മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യാശിക്കാൻ പോലും ഒന്നും കാണാൻ പറ്റാത്ത വണ്ണം ഇരുട്ട് ഏറിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ തൊട്ട് മുമ്പിൽ പ്രത്യാശയായി ദൈവത്തിൻ്റെ കരുണ, ആശ്വാസമായി ദൈവത്തിൻ്റെ കരുണ നിന്നെ വലയം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചനം നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കുന്നതും എനിക്ക് ഇവിടെ നിന്ന് ഈ വചനം പറയാൻ സാധിക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ്, മറ്റൊന്നുമല്ല. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെല്ലാവരെയും ചേർത്തു നിർത്തുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ സമയത്ത് പലവിധ ജോലികളിലും പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കാം. ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയും പ്രാർത്ഥനയുമെല്ലാം ദൈവമേ, നിൻ്റെ കരുണ ഞങ്ങളിൽ നിറയണമേ എന്ന് ആയിരിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഈ കാലഘട്ടത്തിലെ കരുണയുടെ പ്രവാചകന്മാരായി ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, കരുണ ഈ ലോകത്തിന് സമ്മാനിച്ചമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ കരുണ നമ്മളെല്ലാവരെയും ഭരിക്കട്ടെ. അപ്രകാരം ദൈവത്തിൻ്റെ കരുണ നമ്മളെ ഭരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ കരുണയുടെ പ്രവാചകന്മാരായി നമ്മൾ മാറും. ഈ ആത്മീയ വിചിന്തന സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുകയും ധ്യാന വിഷയമാക്കുകയുമാണ്. ഒന്നാമത്തെ ആത്മീയ ചിന്ത, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ നിത്യം നിലനിൽക്കുന്നതാണെന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഞാനിത് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ മഹാമാരി ആഞ്ഞടിക്കുമ്പോൾ അനേകരുടെ ഉള്ളിലുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത്, ഇത്രയും നാളും പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ഇത്രയും നാളും അനുഷ്ഠിച്ച കൂദാശ ജീവിതമൊക്കെ വെറുതെയായിപ്പോയോ എന്നൊരു ചിന്ത ചുരുക്കം ചിലരുടെയെങ്കിലും ഉള്ളിലെങ്കിലും ഒരെതിർ ചിന്ത പോലെ അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. നിരീശ്വരവാദികളും ദൈവനിഷേധകരുമൊക്കെ ഈ നാളുകളിലൊക്കെ പ്രസംഗിക്കുന്നില്ലേ, എഴുതുന്നില്ലേ, ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എവിടെ? ദൈവമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഈ മഹാമാരി? അപ്പം ചോദ്യം എന്താണ്? ദൈവത്തിൻ്റെ കരുണ നിലച്ചു പോയോ? പ്രിയപ്പെട്ടവരെ, അതിനുള്ളൊരു ഉത്തരമാണ് ഈ ആത്മീയ മണിക്കൂറിൽ ആദ്യ ഭാഗത്ത് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പങ്കുവയ്ക്കുന്നത്. സങ്കീർത്തകനായ ദാവീദ് ഒരു വളരെ പ്രസക്തമായ ചോദ്യം ഇതിനോട് ചേർത്ത് വെച്ച് ചോദിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 77-ാം അധ്യായം 8-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? അവിടുത്തെ കരുണ തീർന്നു പോയോ? ഈ മഹാമാരിയുടെ നടുവിൽ
ജീവിതത്തിൻ്റെ വല്ലാത്ത സങ്കടങ്ങളുടെ നടുവിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമല്ലേ? എന്താണത്? ദൈവത്തിൻ്റെ കരുണ അത് അവസാനിച്ചുവോ? വാഗ്ദാനങ്ങളൊക്കെ തീർന്നുപോയോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിനുള്ള ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ മനോഹരമായിട്ട് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കെടുത്തു ധ്യാനിക്കാം. അതിലേറ്റവും പ്രധാനമായിട്ടുള്ള സുന്ദരമായ ഉത്തരം നൽകിയിരിക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനം. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുത്തെ ഭക്തരുടെ മേൽ എങ്ങനെ? തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഏതെങ്കിലും ഒരു ദുരന്തത്തിൻ്റെ മുമ്പിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് തലമുറകൾ തോറും വർഷിക്കപ്പെടുന്ന ദൈവ കരുണ അത് നിത്യം നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം തിരുവചനം. ബൈബിൾ എടുത്ത് വായിച്ച് ധ്യാനിച്ചു കൊള്ളുക. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. ഇക്കാലമത്രയും നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനങ്ങളും ഇക്കാലമത്രയും നൽകപ്പെട്ടിട്ടുള്ള ഉടമ്പടിയും ഒരിക്കലും ദൈവം വിസ്മരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നീ ഒരു കാര്യം ഉറപ്പിക്കുക നിൻ്റെ മനസ്സിൽ: നിന്നെ ദൈവം കൈവിട്ട ഒരു സമയമല്ല ഈ മഹാമാരിയുടെ സമയം. ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാനുള്ള നല്ല സുന്ദരമായ സമയമാണ്. ശരിയാണ്, രോഗം അതിശക്തമായി നമ്മളെയൊക്കെ വ്യാപരിക്കുന്നുണ്ട്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെതായ വല്ലാത്ത ഒരു ദുർഘടമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ സങ്കടത്തിൻ്റെ നടുവിൽ, ഇരുട്ടിൻ്റെ നടുവിൽ നീ ഉറപ്പിച്ചു കൊള്ളുക, ദൈവത്തിൻ്റെ കരുണ അത് നിത്യം നിലനിൽക്കുന്ന കരുണയാണ്. വീണ്ടും സങ്കീർത്തകനായ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പ്രസക്തമായ ഒരു ദൈവവചനം, സങ്കീർത്തനം 87 വചനം 28. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ദൈവത്തിൻ്റെ കരുണ നിത്യം നിലനിൽക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാർത്ഥമായി നമുക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. തലമുറകൾ തോറും നിലനിൽക്കുന്ന കരുണ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ നൽകുന്ന വലിയൊരു ഉറപ്പാണ് ഈ സമയം നിങ്ങളോടിതാ പ്രഖ്യാപിക്കുന്നത്. ആരെങ്കിലുമൊക്കെ നിരാശപ്പെട്ട് ദൈവം പോലും ഉപേക്ഷിച്ചു, പ്രാർത്ഥിച്ചത് വെറുതെയായി എന്നിങ്ങനെ എതിർചിന്തകളുമായിട്ട് ആരെങ്കിലും ഈ സമയത്ത് വചനം കേൾക്കുന്നെങ്കിൽ നിന്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളൂ: നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ കരുണ അത് നിത്യം നിലനിൽക്കുന്ന കരുണയാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ദൈവം ഇപ്രകാരം ഒരു ആത്മീയ സത്യത്തെ നിന്നെ പഠിപ്പിക്കുമ്പോൾ ഒരു പ്രസക്തമായ കാര്യം നീ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു: ദൈവത്തിൻ്റെ കരുണയെ നീ നിസ്സാരവൽക്കരിക്കരുത്. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകുന്നതല്ല ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. നീ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കരുണ നമ്മളെ പിന്തുടരുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ചിലരെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്: ഓ, ദൈവത്തിൻ്റെ കരുണ നിത്യം നിലനിൽക്കുന്നതല്ലേ, എന്തെല്ലാം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ദൈവത്തിൻ്റെ കരുണയാൽ സ്വർഗത്തിൽ പൊക്കോളും. അതായത് എന്ത് തെമ്മാടിത്തരവും ചെയ്താലും കുഴപ്പമില്ല, എന്ത് പാപ വഴികളിലൂടെ പോയാലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ കരുണ നോക്കിക്കൊള്ളും. വചനം പറയുന്നത് ദൈവത്തിൻ്റെ കരുണയെ നീ നിസാരവൽക്കരിക്കരുത് എന്നുള്ളതാണ്. എന്നിട്ട് ദൈവവചനം കൃത്യമായിട്ട് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് ദൈവത്തിൻ്റെ കരുണ. അതിനൊരു ലക്ഷ്യമുണ്ട്. ഈ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്
റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം തിരുവചനം. വചനം പറയുന്നു, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയുമായി ക്ഷമയും നീ നിസാരവൽക്കരിക്കുകയാണോ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കരുണയെ നീ നിസാരവൽക്കരിക്കുകയാണോ ചെയ്യുന്നത്? എന്നിട്ട് വചനം പറയുകയാണ്, നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? അതായത് നമ്മൾ ഇന്ന് ഈ സമയത്ത് ശ്രദ്ധിച്ചുകൊള്ളൂ. അതായത് നമ്മൾ ഇന്ന് ദൈവത്തിന് മുമ്പിൽ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടുന്നു. നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ദൈവകരുണയുടെ അടിസ്ഥാനത്തിലാണ്. ഇക്കാലം അത്രയും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനേക വഴികളെ നിങ്ങൾ ധ്യാന വിഷയമാക്കൂ. നമ്മൾ ഇന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയതാണോ? നമുക്ക് അഹങ്കരിക്കാൻ മാത്രം എന്തുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ഈ കരുണ കൊണ്ടാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ എന്തിലാണ് നമ്മൾ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ വേണ്ട വിധം ബഹുമാനിക്കുന്നുണ്ടോ, അതോ നിസ്സാരവൽക്കരിക്കുകയാണോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചിലരുടെയൊക്കെ ഒരു ശൈലിയിൽ തന്നെയുണ്ട്, ദൈവം നോക്കിക്കോളും, കുഴപ്പമില്ല, എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. അങ്ങനെയല്ല, മറിച്ച് ദൈവ കരുണയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? അത് അനുതാപത്തിലേക്ക് നയിക്കപ്പെടണം. അനുതാപത്തിലേക്ക് നയിക്കപ്പെടണം. ഈ കഴിഞ്ഞ നാളിൽ ഒരു കുടുംബനാഥൻ, ഒരു തെറ്റായ സ്നേഹബന്ധവുമായിട്ട് നടക്കുന്ന കുടുംബനാഥൻ, അവരുടെ കുടുംബത്തിലാകപ്പാടെ പ്രശ്നങ്ങളായി. കല്യാണം കഴിഞ്ഞിട്ട് 28 വർഷം കഴിഞ്ഞെന്ന് ഓർക്കണം. കുടുംബനാഥനൊരു തെറ്റായ സ്നേഹബന്ധം. പ്രിയപ്പെട്ടവരെ, കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ കുടുംബനാഥനോട് പറഞ്ഞു, ചേട്ടാ ഇത് ശരിയല്ല, ഇത് ഉപേക്ഷിക്കണം, നല്ലതല്ല, കുടുംബം തകർന്നു പോകും. അപ്പോൾ അയാൾ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, പലരുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ ദൈവം നടത്തിയില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുകയല്ല ദൈവത്തിൻ്റെ കരുണ ചെയ്യേണ്ടത്. മറിച്ച് ദൈവം നിന്നെ നയിച്ചു, സത്യം, നീ ഒരു കാര്യം ഓർക്കണം, ആ ഇത്രത്തോളം നയിച്ച ദൈവ കരുണയെ നിസ്സാരവൽക്കരിക്കരുത്. മറിച്ച് എന്ത് ചെയ്യണം? അനുതപിക്കണം, ദൈവ കരുണയിലേക്ക് തിരിച്ചെത്തണം. ദിനവൃത്താന്ത പുസ്തകം ധ്യാനിക്കേണ്ട മനോഹരമായിട്ടുള്ള ഒരു ദൈവവചനം നൽകുന്നത് ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 33-ാം അധ്യായം 12-ാം തിരുവചനം. 2 ദിനവൃത്താന്തം 33:12 വചനം പറയുന്നു, കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്കു വേണ്ടി യാചിക്കുകയും തൻ്റെ പിതാക്കന്മാരുടെ മുമ്പിൽ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു. ദിനവൃത്താന്ത പുസ്തകം പറയുകയാണ്, ഒരു വ്യക്തി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇക്കാലം അത്രയും ദൈവം നയിച്ചു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ കരുണയുടെ മുമ്പിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. എൻ്റെ കഴിവല്ല, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ആരാലാണ്? ദൈവത്തിൻ്റെ കരുണയാലാണ്. ഈ സത്യം തിരിച്ചറിയുമ്പോൾ നമ്മൾ ദൈവ കരുണയുടെ മുമ്പിൽ എളിമപ്പെടും. ഈ വലിയ അഹങ്കാര ചിന്തകളൊക്കെ സാവധാനം നഷ്ടപ്പെടും. എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. കരുണയാലാണ് നമ്മൾ നിലനിൽക്കുന്നതെന്നുള്ള വലിയ മർമ്മപ്രധാനമായ സത്യം നമ്മൾ പ്രഖ്യാപിക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം തിരുവചനം 20:6 വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. അപ്പം ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ പറ്റണമോ? എന്ത് ചെയ്യണം? അത് ചെയ്യണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. തോന്നിയതുപോലെ നടന്നിട്ട് ദൈവം കരുണ കാണിച്ചോളും എന്ന് പറഞ്ഞാൽ പോരാ. മറിച്ച് ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ 1000 തലമുറകൾ തോറും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ഈ കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. അതായത് 2 പ്രധാനപ്പെട്ട ആത്മീയ ചിന്തകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത്
നിന്റെ ജീവിതത്തിൽ ദൈവ കരുണയാലാണ് നീ നിലനിൽക്കുന്നത്. അഭിമാനിക്കാൻ ഒന്നുമില്ല, ദൈവ കരുണ മാത്രം. ഞാൻ എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെ കരുണയുടെ ബലം കൊണ്ടാണ്. എൻ്റെ ബുദ്ധിശക്തി, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബമഹിമ അതൊന്നുമല്ല എൻ്റെ നിലനിൽപ്പ്, മറിച്ച് ദൈവത്തിൻ്റെ കരുണയാണ്. ഈ കാര്യം മനസ്സിലുറപ്പിക്കുക. അങ്ങനെയെങ്കിൽ വചനം നൽകുന്ന ഉറപ്പ് ഈ കരുണ നിത്യം നിലനിൽക്കുന്ന കരുണയാണ്. ഇതൊരു മഹാമാരി വന്നപ്പോൾ അവസാനിച്ചതല്ല, ഉപേക്ഷിച്ചിട്ടിട്ട് പോയതല്ല, മറിച്ച് നിത്യം നിലനിൽക്കുന്ന വലിയ കരുണയുടെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ആത്മീയ ചിന്ത വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നത്, ഈ കരുണ സ്വീകരിക്കുന്ന നമ്മൾ കരുണയുടെ പ്രവാചകന്മാരായി, പ്രവാചികയായി ഈ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം. കരുണ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനുള്ള വലിയ ഒരു നിയോഗം നമുക്കെല്ലാവർക്കും ഉണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ആവാ പിതാവേ എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. പ്രാർത്ഥിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ചെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് ഈ പ്രാർത്ഥന പലതവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചുരുക്കം ചിലരെങ്കിലും അധികം പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതാണ്? യേശുവേ നിൻ്റെ കരുണയാൽ എന്നെ നിറയ്ക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളാൽ എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എന്തിലേക്ക് നയിക്കുന്നു? നമ്മളെ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചക ദൗത്യത്തിലേക്ക് നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഇതിന് പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം എന്താണ്? അതായത് ദുരാത്മാവ് ബാധിച്ച ഒരുവനെ യേശു സൗഖ്യമാക്കുന്നതാണ്. അവൻ്റെ പേരറിയാം, ലെഗിയോൺ എന്നാണ്. അവൻ്റെ ഉള്ളിൽ നിന്നും പിശാചിനെയൊക്കെ ഈശോ പുറത്താക്കി. അതിനുശേഷം അവന് വലിയൊരു ആഗ്രഹം, യേശുവിൻ്റെ പുറകെ നടക്കണം, യേശുവിൻ്റെ ശിഷ്യനാകണം. ഈശോ പറഞ്ഞു, എടാ മോനെ, നീ ഇപ്പം എൻ്റെ പുറകെ നടക്കിയെന്നും വേണ്ട, മറിച്ച് നീ ഒരു കാര്യം ചെയ്യണം. അതെന്താണെന്നറിയോ? മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനം, നീ വീട്ടിൽ പോയി സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ദൈവം നിന്നോട് എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും ദൈവത്തിൻ്റെ കരുണ, എടാ നിന്നെ നിലനിർത്തുന്ന ദൈവത്തിൻ്റെ കരുണയാ, നീ അത് നിൻ്റെ വീട്ടുകാരോട് പറയുക. ഈ ക്വാറന്റൈൻ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി? വീടിനുള്ളിൽ ഇരിക്കുമ്പോൾ എന്താ പരിപാടി? കുടുംബത്തിലുള്ള അംഗങ്ങളോട്, കുടുംബ അംഗങ്ങളോട് ദൈവം നിന്നോട് എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും ദൈവത്തിൻ്റെ കരുണ നീ എങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്നും അവരോടൊക്കെ പങ്കുവയ്ക്കുക. നിനക്കങ്ങനെ ഒരു പ്രവാചക ദൗത്യം തന്നിട്ടുണ്ട്. ലോകത്തെല്ലായിടത്തൊന്നും പോകണ്ട, മറിച്ച് വീട്ടിനുള്ളിൽ കുടുംബ അംഗങ്ങളോട്, നിൻ്റെ മക്കളോട്, നിൻ്റെ സഹോദരങ്ങളോട് നീ പങ്കുവയ്ക്കണം. നിൻ്റെ കുടുംബത്തിൽ ഇത്രത്തോളം നാൾ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കണം. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ നീ ഒരു പ്രവാചക ദൗത്യത്തിൽ വളരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നില്ലേ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും, അവർക്ക് കരുണ ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരുണ ഉള്ള ആളുകൾ എന്ത് ചെയ്യണം? അത് പങ്കുവയ്ക്കണം. കരുണ അനുഭവിക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കണം. നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഈ കരുണ ഒരു ലഹരി പോലെ കയറിപ്പിടിക്കണം. നമ്മുടെ സ്വഭാവ ജീവിതത്തിൽ തന്നെ ദൈവം നൽകി കരുണ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു അനുഗ്രഹ ജീവിതത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വലിയ ഒരു മാറ്റം സംഭവിക്കും. അത് നമ്മളെ പഠിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 33-ാം തിരുവചനമാണ്. വചനം പറയുന്നു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിൻ്റെ സഹസേവകരോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? നമ്മുടെ പെരുമാറ്റത്തിൽ കരുണ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ പ്രഭാഷണ ശൈലികളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്തിലായിരുന്നു? കരുണ.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എടാ നീ ചില ഉപമകളൊക്കെ പറഞ്ഞ് നീ എന്താ ചെയ്യേണ്ടത്? നീ ഈ കരുണ കാണിക്കണം. നല്ല അയൽക്കാരനെ ആരാണെന്നുള്ള ചർച്ചയുടെ അവസാനം എവിടെ എത്തുന്നത്? ചർച്ചയുടെ അവസാനം കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? അതായത് ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 37-ാം തിരുവചനം, അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക. നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക. എന്തു ചെയ്യണം? കരുണ കാണിക്കണം. യേശുവിൻ്റെ ശുശ്രൂഷകളിലുടനീളം ഈ കരുണ നിലനിന്നിരുന്ന ഒരു ഭാവമായിരുന്നു. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്തെ ജീവിത വഴികളിൽ ഒക്കെ ഈ നാളുകളിൽ നമ്മൾ പ്രദർശിപ്പിക്കേണ്ട വലിയൊരു കൃപയാണ് ഈ കരുണയുടെ സ്വഭാവ രീതി. യേശു നമ്മളെ ക്ഷണിക്കുന്നത് അത്തരത്തിലുള്ള കരുണയുടെ പ്രവാചക ദൗത്യമാണ്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റ രൂപത്തിലൊക്കെ എന്തു വേണം? ഈ കരുണ നിറയപ്പെടുന്ന അനുഭവം ഉണ്ടാവണം. പ്രത്യേകിച്ച് നിങ്ങൾ വീടിനുള്ളിലായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കിയേ, കുറേ ദിവസങ്ങളായി വീട്ടിനുള്ളിലാണ്, വല്ലാണ്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ എതിർചിന്തകളാണോ അതോ ദൈവിക ചിന്തകളാണോ വർദ്ധിക്കുന്നത്? നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ ഇതുപോലെ ആ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതുപോലൊരവസരം ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ഒരവസരമായിട്ട് കണക്കാക്കുക. ഒത്തിരി അസ്വസ്ഥതകളുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും സംഭവിക്കപ്പെടുന്നില്ല. പക്ഷേ അതിനുള്ളിൽ, നീ ആ വീടിനുള്ളിൽ, ആ കൊച്ചു വീടിനുള്ളിൽ നിനക്ക് ഒരു കാര്യം അറിയാം, നിൻ്റെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചാണ്. നിൻ്റെ കുടുംബാംഗങ്ങളായിരിക്കുന്നവർ തമ്മിൽ പരസ്പരം സ്നേഹപൂർവ്വം ദൈവത്തിൻ്റെ കരുണ പങ്കുവയ്ക്കാനുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത നാളിൽ ഒരു ഭാര്യയും ഭർത്താവും പ്രത്യേകം പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അതായത് വിവാഹമോചനത്തിൻ്റെ ഘട്ടത്തിൽ എത്തിനിന്നിരുന്ന ഭാര്യയും ഭർത്താവും, ഇവരുടെ രണ്ടുപേരുടെ പ്രൊഫഷണലായിട്ടുള്ള ഈഗോ അത് വളരെ വലുതായിരുന്നു. രണ്ടുപേർക്ക് നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, എല്ലാം നല്ല കാര്യം, 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ആശയങ്ങൾ തമ്മിൽ ചേരുന്നില്ല. ആശയങ്ങൾ തമ്മിൽ ചേരാത്തത് കൊണ്ട് ഇവർ തീരുമാനിച്ചു, നമ്മൾ എന്തിനാണ് വെറുതെ വഴക്കിട്ട് ജീവിക്കുക, നമുക്ക് 2 പേർക്കും പിരിയാം. അങ്ങനെ ഇവർ കുറേ നാളായിട്ട് ഈ ചിന്ത തലയ്ക്കകത്ത് കയറി 2 പേരും 2 മുറിയിലാണ് കിടക്കുന്നത്, പലപ്പോഴും 2 സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. അങ്ങനെ അസ്വസ്ഥതമായിരുന്നു. ഈ ക്വാറന്റൈൻ വന്നതിന് ശേഷം, ലോക്ക്ഡൗൺ വന്നതിന് ശേഷം 2 പേരും ഒരു മുറിക്കകത്താണ് കിടപ്പ്. 2 പേരുടെയും ജീവിതം ഒരു മുറിയിലോട്ട് ഒതുങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ അവരിങ്ങനെ പറയുകയായിരുന്നു, അച്ഛാ, ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം ഞങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. പരസ്പരം കരുണയോടുകൂടി ഞങ്ങൾ ഇടപെടാൻ തുടങ്ങി. ഞങ്ങളുടെ ആശയങ്ങളിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകളൊക്കെ അച്ഛൻ മാറി. അച്ഛാ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ സംസാര ശൈലികളിൽ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വചനം പറയുന്നത്, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പൗലോസ് ശ്ലീഹ പറയുകയാണ്, കരുണ വേണം, നിൻ്റെ സംസാരത്തിൽ കരുണ വേണം. ധാർഷ്ട്യഭാവങ്ങൾ ഒക്കെ മാറ്റിവെച്ച് കരുണയോടുകൂടി ഇടപെടണം. അങ്ങനെ ഇടപെടുമ്പോഴാണ് അതിൽ അനുഗ്രഹം ഉണ്ടാവുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നു, പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ കൃത്യമായിട്ട് നമ്മളോടൊരു കാര്യം പറയുന്നു, അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? അപ്പം നമ്മുടെ പെരുമാറ്റത്തിൽ ഈ കരുണ അതൊരു ഭാവമായിട്ട് മാറട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചുരുക്കി നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് നിറയട്ടെ. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ കരുണ നിത്യം നിലനിൽക്കുന്ന സ്ഥായിയായ ഭാവമാണ്. നിന്നെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. നീ അത് വിശ്വസിക്കുക. ഈ ദുരിതത്തിൻ്റെ നടുവിൽ നിനക്ക് രോഗമുണ്ടായാലും കഷ്ടപ്പാടുണ്ടായാലും നീ ഒരു കാര്യം ഉറപ്പിക്കുക, ദൈവത്തിൻ്റെ കരുണ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിലൊക്കെ ഈ രോഗപീഠയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന അനേകർ പറഞ്ഞൊരു കാര്യം, ഈ ദുരിതത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടപ്പോൾ
ശാരീരിക രോഗത്തെക്കാൾ വലുത് മാനസികമായി പീഡയായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സ്നേഹം മാത്രമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ഒറ്റ മനുഷ്യനും കൂടെ ഉണ്ടായിരുന്നില്ല, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത്, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും. രണ്ടാമത്തെ കാര്യം, അങ്ങനെയെങ്കിൽ ആ കരുണ സ്വീകരിച്ച് ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക്, അത് ദൂരെ എങ്ങും പോകണ്ട, നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ സ്വഭാവ രീതികളിലേക്ക് ഈ സ്നേഹം നിറയപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അവസാനമായി നമ്മുടെ ഈ ശുശ്രൂഷയുടെ സമാപന മേഖലയിൽ നമുക്കൊരു പ്രാർത്ഥന പോലെ നമുക്കിങ്ങനെ യൂദാസിൻ്റെ പുസ്തകം ചെറിയൊരു പുസ്തകമുണ്ട് ബൈബിളിൽ. യൂദാസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വചനം പറയുന്നു, നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധിയായി ഉണ്ടാകട്ടെ. ഇതൊരാശംസയാണ്. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും സമാധാനവും സമൃദ്ധിയായി നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്കായിരിക്കാം. ദൈവസമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.